നമ്മൾ ഇത് റീറ്റെയിൻ വാളിയാണ് ഒരു സൈറ്റാണ്. കാരണം ഇതിൽ വന്ന വാക്കിലെ പാർട്ടി ഞങ്ങളുടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് കരിങ്കല്ല് കെട്ടാനാണ് ഇത് പറഞ്ഞത്. പക്ഷേ പാർട്ടിക്ക് ഇത് കരിങ്കല്ല് കെട്ടാനാണ് താല്പര്യം. പക്ഷേ ഞാൻ കരിങ്കല്ലിൻ്റെ ഇന്നത്തെ റേറ്റ് പോലും ആവത്തില്ല, നമുക്ക് റേറ്റിനകത്തേ ആവത്തുള്ളൂ കോൺക്രീറ്റ് ചെയ്യണേന്. കാരണം കരിങ്കല്ല് കെട്ടി കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ മണ്ണുകളാണ്. ഇവിടെയൊക്കെ കരിങ്കല്ല് കെട്ടില്ല, ഇവിടെയൊക്കെ റിട്ടേൺ വാൾ ചെയ്ത് കോൺക്രീറ്റ് പില്ലർ നിർത്തി കോളങ്ങൾ നിർത്തി കയറി പോണേണ് ഇതിനായ ഗുണങ്ങൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം നമ്മൾ കരിങ്കല്ല് ഇടണം, ഇവിടെ ഒരു 5 ലോഡ് കരിങ്കല്ല് വേണം. 5 ലോഡ് കരിങ്കല്ലായപ്പോൾ തന്നെ ഏകദേശം 5 ലോഡ് കരിങ്കല്ലായപ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 40 രൂപയ്ക്കകത്ത് എന്താണെന്ന് കരിങ്കല്ലിനാവും. ഇത്രയും ഇത് ചെയ്ത് ഒരു 40 രൂപയ്ക്കകത്താവും കരിങ്കല്ല് എടുക്കാൻ തന്നെ. പിന്നെ അടുത്തത് സിമെൻറ്റ്, സാൻഡ് ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു എമൗണ്ട്. അതിനെയും കാട്ടി നമുക്ക് ഒരു 10-75 രൂപ ഉണ്ട് ഇത്രയും കോൺക്രീറ്റ് ചെയ്യാനപ്പോൾ. മാക്സിമം നമുക്കിത് ചെയ്തൊക്കെ ഇത് കാരണം കണ്ടാൽ തന്നെ അറിയാലോ ഈ മണ്ണ് അങ്ങനത്തെ ഉള്ള മണ്ണുകൾ. അപ്പോൾ ഇതിനകത്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കരിങ്കല്ല് ഇത് DR അടക്കി ക്ലിയർ ചെയ്യണേണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ മാക്സിമം DR എടുക്കാതിരിക്കാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പണി സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുകൾ അങ്ങനത്തെ മണ്ണും, കാരണം കണ്ടങ്ങളൊക്കെയാണ് തൊട്ടടുത്ത്. അപ്പോൾ അതുകൊണ്ട് വേണം ഇങ്ങനത്തെ ഇതൊക്കെയാണ് കണ്ടം. ഇതിലൊക്കെ കൊണ്ട് കരിങ്കല്ല് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചാണെങ്കിൽ കരിങ്കല്ലെന്ന് പറഞ്ഞാൽ സാധനം എത്ര ആയിരുന്നാലും കൊണ്ട് ഇഴുകും. കാരണം ഇതിന് ചെറിയൊരു ഇതുണ്ടാവും. കാരണം അപ്പോൾ നമ്മൾ റീറ്റെയിൻ വാളാണ് ഇതിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ ഇത് വന്നിട്ടൊരു ഇത് തന്നെ ഒരു 85 അടി നീളമുണ്ട്. 85 അടി നീളത്തിന് ഒരു 5 അടി പൊക്കം വരെ നമ്മൾ റിട്ടേൺ വാൾ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈടാക്കുന്ന വെറും 75 രൂപയേ ഉള്ളൂ. 75,000 രൂപയ്ക്കാണ് ഇത്രയും ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്ത് കൊടുക്കുന്നത് 75,000 രൂപയ്ക്കാണ് വിത്ത് മെറ്റീരിയൽസ് അടക്കമാണ്. അപ്പോൾ മാക്സിമം നമ്മളിങ്ങനെ ചെയ്യാൻ നോക്കണം. കാരണം ചിലവ് ചുരുക്കി നമുക്ക് ചെയ്യാൻ ഒക്കും. കാരണം എന്ന് പറഞ്ഞാൽ റിട്ടേൺ വളരെ ചിലവ് ചുരുക്കി മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യാൻ ഒക്കും. കാരണം കരിങ്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കരിങ്കല്ല് ഇതിനകത്ത് പോകണമെന്ന് പറഞ്ഞാൽ കരിങ്കല്ല് ഏകദേശം ഇതിനകത്ത് വരുന്ന നമുക്ക് 1.25 അടി വീതി പോകും. പക്ഷേ നമുക്ക് ഈ വാനം തന്നെ കണ്ടല്ലേ, ഈ വാനം തന്നെ 2 അടി വാനമാണ്. അപ്പോൾ 1.25 അടി ഈ കരിങ്കല്ല് തന്നെ പോകും ഇതിൻ്റെ വീതി. നമുക്ക് റിട്ടേൺ വാൾ ചെയ്ത ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു 6 ഇഞ്ച് മതി റിട്ടേൺ വാളിൽ. കാരണം കോളങ്ങളെല്ലാം ഒരു 8 അടി കണക്കാക്കി ഓരോ കോളങ്ങൾ നിർത്തിക്കോണം. അതിലാണ് ഇത് സ്ട്രോങ് ആവണം. പിന്നെ നമ്മൾ വലിയ കാര്യം വെച്ച് കെട്ടണം. അപ്പം 2 ലെയർ കമ്പി കെട്ടണം. 1 ലെയർ കമ്പിയും കെട്ടിക്കളയില്ല. 2 ലെയർ കമ്പി കെട്ടിയാലേ അകം 2 ലെയർ കമ്പി കെട്ടിയാലേ അതിനൊരു സ്ട്രോങ് ഉള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഓരോരുത്തർ വന്ന വാക്കിൽ പറയും കരിങ്കല്ല് കെട്ടണമെന്ന്. കരിങ്കല്ല് തന്നെ ഇത് ഇത്രയും കെട്ടി തിരിച്ച് എങ്ങനെയാണെന്നും കെട്ടി വരുമ്പോൾ എങ്ങനെയാണെന്നൊരു 1.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് പോകും കരിങ്കല്ല് കെട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൻ്റെ ചിലവ് ചുരുക്കാമെന്നാണ് ആദ്യം നമ്മളത് ചിന്തിക്കുക. പക്ഷേ ചിലവ് ചുരുക്കി വേണം ഓരോ വർക്കുകളും ചെയ്തു പോകാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.